വെൽക്കം ടു കാക്കശ്ശേരി വ്ളോഗ്. പിന്നെ കാക്കശ്ശേരി ബ്രദേഴ്സും പിന്നെ പാറയിൽ ടീമും കൂടിയിട്ട് പോകുന്നത് ദുബായ് സഫാരി വേൾഡിലേക്കാണ്. ദുബായ് ഡെസേർട്ട് സഫാരി അല്ല, ദുബായ് സഫാരി വേൾഡിലേക്ക്. അപ്പോൾ സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് കറക്റ്റ് തന്നെ ആയിരിക്കും. അതായത് കുറച്ച് ആനിമൽസിനെ ഫീഡ് ചെയ്യണ പരിപാടിയൊക്കെ. നമ്മൾ തായ്ലാൻഡിൽ പോയപ്പോൾ കണ്ട ഓർമ്മയില്ലേ? അപ്പോൾ ഞങ്ങൾ തായ്ലാൻഡിൽ പോയപ്പോൾ ഈ സഫാരി വേൾഡ് കാണുന്നുണ്ട്. പിന്നെ മസായ് മാറയിലുള്ള സഫാരി വേൾഡ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പോകാൻ പറ്റണം. സഫാരി വേൾഡ് അല്ല, ശരിക്കും ഒറിജിനൽ സഫാരി, അത് ആഫ്രിക്കൻ സഫാരി. അതൊരു ഡ്രീമാണ്. ഈ കൊല്ലം പോകാനിരുന്നായിരുന്നു ഓഗസ്റ്റിൽ, പക്ഷേ കൊറോണ സമ്മതിച്ചില്ല. ഇനിയോ അതൊന്ന്. ഇന്ന് 49th നാഷണൽ ഡേ ആണ് UAE. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ലീവ് ആയതുകൊണ്ട് അവിടേക്ക് പോകുന്നു. തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ. പിന്നെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടെ എൻട്രിയും അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളതെന്ന് കേട്ടതുകൊണ്ട് ഞങ്ങൾ സേഫായിട്ട് പോവാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഷോപ്പ് 101 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ നെയിം രജിസ്റ്റർ ചെയ്യുക. ഒരു ട്രെൻഡിങ് ആയിട്ട് തോന്നുന്ന ഒരു നെയിം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം അതിനെ കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് അതിൽ ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് കൂടുതലും ക്ലോത്തിങ്സും ഹോം ഡെക്കോഴ്സൊക്കെയാണ് കൂടുതലും അതിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. പിന്നെ അതിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വേറെ ഉണ്ട്. ചുരിദാർ അങ്ങനത്തെ കൂടുതൽ ലേഡീസ് ഐറ്റംസ് ആണ് അതിലുള്ളത്. ജെൻസ് ഈ ഇലക്ട്രോണിക്സ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇതിൻ്റെ ലിങ്കാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സീറോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമാണ്. പിന്നെ ഇതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഷെയറിങ് കാര്യം നടക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ കുറവാണ്. ഇൻ കേസ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ വാട്സപ്പില്ലാത്തപ്പോൾ ആൾക്കാർ കുറവാണ്. സോ യു ക്യാൻ യൂസ് വാട്സപ്പ് ടു ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ടു യുവർ ഗ്രൂപ്പ്സ്. അതൊക്കെ ഉപയോഗിച്ച് ഈ നിങ്ങളുടെ ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ലേഡീസ് ഐറ്റംസ് ഇപ്പം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് വാങ്ങല്ല, നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മളൊരു മാർജിൻ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 റുപ്പീസിൻ്റെ സാധനമാണെങ്കിൽ നമുക്ക് 110 ഇട്ടിട്ട് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ഇപ്പോൾ അത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മുടെ ലാഭം. ഇതിന്ന് പലരും 25,000 റുപ്പീസ് വരെ ഡെയിലി ഏൺ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. ഷോപ്പ് 101 ആണ് ഈ ആപ്പിൻ്റെ പേര്. ത്രൂ ഔട്ട് ദ പാർക്ക് മാസ്ക് കമ്പൽസറി ആണ്. 1000 dirhams ഫൈൻ ഉണ്ട് ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും എക്സാർട്സ് ആണെങ്കിലും എല്ലാവരും ഒരേ ലൈനാണ് ഫോളോ ചെയ്യുന്നത്. ആർക്കൊരു സ്പെഷ്യൽ ലൈൻ വേണമെന്നുള്ള ജാടയോ അഹങ്കാരമൊന്നുമില്ല. ഇപ്പോൾ പാർക്ക് എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നിർബന്ധിക്കും. നല്ല ഫോട്ടോ എടുത്തരും അവർ. പിന്നെ ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ശരിക്കും 52 dirhamsന്റെ ടിക്കറ്റ് അല്ലായിരുന്നു എടുക്കേണ്ടത്. ഞങ്ങൾക്കൊരു കോംബോ ടിക്കറ്റ് വേണം എടുക്കേണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കയറാൻ പോകണം അകത്തേക്ക്. ഇവിടെ നല്ല വെറൈറ്റി ഫോട്ടോ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മാപ്പ് വെച്ചിട്ടുണ്ട് അവർ. അതിനോടൊപ്പം തന്നെ ഡീറ്റെയിൽസും അതിൻ്റെ ലൊക്കേഷൻസൊക്കെ പറയുന്നുണ്ട്. ഇതൊന്ന് മൊബൈലിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻസ് മനസ്സിലാവും എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. പാർക്കിലേക്ക് എൻ്റർ ചെയ്ത റൈറ്റ് സൈഡിൽ തന്നെയാണ് കിഡ്സ് ഫാം ഉണ്ടെങ്കിലും ബാക്കിയുള്ള 4 സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും അവിടേക്ക് ബുദ്ധി. അതായത് ആഫ്രിക്കൻ വില്ലേജ്, അറേബ്യൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, പിന്നെ എക്സ്പ്ലോറർ വില്ലേജ്. എക്സ്പ്ലോറർ വില്ലേജിലാണ് ഞാൻ പറഞ്ഞത് കോംബോ ടിക്കറ്റ് വേണമെന്നുള്ളത്. അവിടെ അതുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു സഫാരി ഉണ്ട്, കിഡുമാണ്, മിസ് ചെയ്യരുത്. നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് വേയിൽ ത്രൂ ഔട്ട് ഈ ചിൽഡ് വാട്ടർ സിസ്റ്റം വെച്ചിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്ട്രീം ക്ലൈമറ്റിലും ഇവിടെ വിസിറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ കാലത്ത് വന്ന വഴിക്കാണ് നമ്മൾ കയറിയത് ആഫ്രിക്കൻ ഏരിയയിലായിരുന്നു അല്ലേ, ആഫ്രിക്കൻ സെക്ഷനിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 സെക്ഷൻസാണുള്ളത്. അതിൽ ആഫ്രിക്കൻ സെക്ഷനിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ആഫ്രിക്കൻ സെക്ഷനിൽ കയറി നോക്കിയിട്ട്
വലിയൊരു ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊന്നും കണ്ടില്ല ഇതുവരെ. കുറേ പറങ്ങന്മാരും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നും ഇതുവരെ കണ്ടില്ല. നമുക്ക് നോക്കാം വല്ലതും ഉണ്ടോ. അവരെ തല്ലോട്ടം നിർത്തൂ. വന്നടി കുത്തുന്നു. കുറച്ച് ആശ്വാസമായിട്ട് തോന്നിയത് ഈ ആനകൾ തല്ലുകൊണ്ടുണ്ടപ്പോഴാണ്. അപ്പോൾ ആക്റ്റീവായിരിക്കുന്ന കുറച്ച് അനിമൽസ് ഉണ്ട് ഇവിടെ. അങ്ങനെ വലിയൊരു ഒപ്പീനിയൻ ഒന്നും തരാനുള്ള ഒന്നുമില്ല. കുറച്ച് കണ്ടിട്ടുള്ളൂ. മേ ബി ഇറ്റ്സ് കമ്മിങ്. വി ഡോണ്ട് നോ. ഓൺ ദ വേ ആയിരിക്കും. ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരില്ല. എലിഫന്റിനെ ബിഗ് ടൈഗറിനെ പിടിക്കാൻ പോ. അപ്പോൾ ബേസിക്കലി ആഫ്രിക്കൻ വില്ലേജ് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആക്റ്റീവായിട്ടുള്ള മൃഗങ്ങൾ കണ്ടത് ആ കൂടി എലിഫന്റിനെ മാത്രമാണ്. പിന്നെ റെപ്റ്റൈലിൻ്റെ ഏരിയയിൽ ഭയങ്കര ക്യൂ. മേ ബി ഇന്ന് ഒരു ഓഫ് ഡേ ആയതുകൊണ്ടായിരിക്കും ഒരു ക്യൂ. ഒരു 10 മിനിറ്റ്സോളം വെയിറ്റിംഗ് ഉണ്ട് എൻട്രിയിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകും. ആണോ ശ്രദ്ധിച്ചോ? എൻ്റെ ഒരു കാലുമ മാത്രം, എല്ലാ ഫ്ലമിംഗോസിൻ്റെയും ഒരു കാല് മാത്രം ഒഴിഞ്ഞ പോലെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാല് മാത്രമേ ഒരു പൊന്തിച്ചു തീർത്തുള്ളൂ. അതങ്ങനെയാ ആണ്. ആ കാലം മാത്രമേ നോക്കുന്നു. ഇപ്പോൾ ഫ്ലമിംഗോ ഒന്നല്ലേ, ഫ്ലമിംഗിൻ്റെ കാലുണ്ട്. ആ കാല് മാത്രമേ മുടക്കി നിൽക്കൂ. അതുകൊണ്ട് ഇതിന് സപ്പോർട്ട് നീ സപ്പോർട്ടാണ് അതിന്. ട്രാക്ടറൊന്നല്ല. അങ്ങനെ കാത്തിരുന്നിട്ട് ട്രെയിൻ വന്നു. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, ഗ്യാപ്പ് വേണ്ട. ഇപ്പോൾ ഗ്യാപ്പിലാണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്ക് വരാണെന്നുണ്ടെങ്കിൽ കോംബോ ടിക്കറ്റ് എടുക്കണം. കോംബോ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ പാർക്കിൽ കയറാൻ പറ്റൂ. അപ്പോൾ എക്സ്പ്ലോർ പാർക്കിലേക്ക് കോംബോ ടിക്കറ്റ് ഇല്ലാണ്ട് വരാമെന്നുണ്ടെങ്കിൽ പിന്നെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ജിറാഫ് ഫീഡിങ് ഏരിയ ആണ്. ജിറാഫിൻ്റെ പ്ലാറ്റ്ഫോമും പിന്നെ ഹിപ്പോ അക്വേറിയമാണ്. അപ്പോൾ കോംബോ ടിക്കറ്റ് ഇല്ലാന്നിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ 2 സംഭവങ്ങൾ കണ്ടിട്ട് പോകാം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ക്യാരറ്റ് കിട്ടും. 10 റംസാണ്, എന്നാലും കുഴപ്പമില്ല. ലെച്ചസും ഉണ്ട് അവിടെ 5 റംസിന്. പിന്നെ ഈ നിൽക്കുന്ന ഒരു 4-5 ജിറാഫുകളുള്ളൂ. അവരത്യാവശ്യം വയറ് നിറയ്ക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് ഈ ഫുഡ് കൊടുക്കുമ്പോൾ അവർക്കും ഒരു മടുപ്പ് പോലെ തോന്നുന്നുണ്ട്. ഇനിയാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യാം. ഇതാണ് ഹിപ്പോ അക്വേറിയം. ടോണി ആൻറ്റിയും കൂടി ട്രയൽ നടത്തി നോക്കി തെങ്കാന സഫാരിക്ക് വിട്ടാലോ. ആക്ച്വലി അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറുന്നു, കോംബോ ടിക്കറ്റ് എടുക്കണമെന്ന് പറയണു, സോൾഡ് ഔട്ട് ആയെന്ന് പറയണു. ഒന്നും ഒരു മാച്ചിങ് അല്ല സംഭവമാണ്. ഒരു ടിക്കറ്റ് എടുത്ത് വരികയാണെങ്കിൽ അതിനൂടെ എല്ലാം കമ്പൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്
എൻ്റെ അഭിപ്രായം അതായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം. സോ കോംബോ ടിക്കറ്റ് നോർമലാക്കുക, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ആക്സസ് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു വെറൈറ്റി ബസ്സുകളിലാണ് നമ്മളെ ഒരു വില്ലേജിൽ നിന്നും മറ്റൊരു വില്ലേജിലേക്ക് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു, ചിലതിൽ കൂളിംഗ് ഉണ്ട്, ചിലതിൽ കൂളിംഗ് ഇല്ല, ഓപ്പൺ എയർ ബസ്സുകളുണ്ട്. എന്നാലും രസകരമായ റൈഡൊക്കെ തന്നെയാണ്. 1-2 പ്രോബ്ലംസ് ഈ ബാക്കിൽ വരുന്ന ട്രെയിൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ടുള്ള പ്രോബ്ലംസ് പറയുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് അതിലില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും ചിലതിലൊക്കെ ഉണ്ട്, ചിലതിലില്ല. അപ്പോൾ അതിലുള്ള ഒരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് പലർക്കും സ്റ്റേഷൻസ് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം, അത് നമ്മളും ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഏഷ്യൻ വില്ലേജിൽ കാര്യമായിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല. കുറച്ച് കുരങ്ങന്മാരുണ്ട്, വാലബീസ് ഉണ്ട്, പിന്നെ ഒരു ബെയറുണ്ട്, ആഷ ആൻഡ് ബെയറിലെ ബെയർ ഉറങ്ങുന്നുണ്ട്, ആഷ ഉറങ്ങുന്ന സമയത്ത്. പിന്നെ അവിടെയുള്ളത് കാണാനുള്ളത് മറ്റേ ബേർഡ് ടു പ്രേ എന്നുള്ള സംഭവമാണ്. അത് കണ്ടു നോക്കാൻ ചോദിച്ചു. അതിപ്പോൾ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Wow, what a nice ride, Bill. Okay. So once again, how about a nice round of applause for the Lisa together with Abby. Wow. Pelicans are the heaviest flying birds in the world. They can weigh for up to 10 to 12 kilograms. Second and third seat until where is your family? അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏഷ്യൻ വില്ലേജിലത്തെ ബേർഡ് ഷോ, അതായത് ട്രെയിൻ ബേർഡ് ഷോ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? അല്ല ജിത്തെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് പോകുന്നത് അറേബ്യൻ വില്ലേജ്. അറേബ്യൻ വില്ലേജിലേക്ക് പോകണം. അപ്പോൾ ഫുള്ള് കറങ്ങുന്നത് 8 മുതൽ 10 മിനിറ്റ് വരെ കറങ്ങുന്നത് ഈ ഒരു ചെറിയ വണ്ടിയിലാണ്. ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടിപ്പോയിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേടിക്കാവുന്ന മൃഗങ്ങളൊന്നുമില്ല. കുറേ ഈ ഡെസേർട്ടിൽ ജീവിക്കുന്ന മാൻ, ഒറീക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഒട്ടക പക്ഷി അങ്ങനത്തെയൊക്കെ. ബേർഡ് ഫീഡ് സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരിങ്ങനെ എന്താ പറയുക, ബേർഡ്സിനെ ഫീഡ്സ് കാണിച്ചിട്ട് ഇറങ്ങി വരുന്നില്ല. ഭയങ്കര ജാടയുള്ള ടീമാണ്. ഇനിയോ ചെറിയൊരു സെൻറ്ററാണ്. നമ്മുടെ തായ്ലാൻഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തായ്ലാൻഡിൽ ഐ തിങ്ക് മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ കുറവ് ബേർഡ്സേ ഉള്ളൂ.
അപ്പോൾ നല്ലൊരു നാഷണൽ ഡേ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഡേ ആയിരുന്നു. ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കിഡ്സിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ഉണ്ട്. കിഡ്സ് ഈ ഫാം, അതായത് കിഡ്സ് ഫാം എന്ന് പറയുന്ന സംഭവം കിടുവാണ്. ഡക്കീസും ചിക്കനും പോണിയും ഗോഡ്സും ഷീപ്സൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ ഒരു വെറൈറ്റി സംഭവം ബേർഡ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന് എൻജോയ് ചെയ്യുക. കിഡ്സിനെ എൻജോയ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ഒരിക്കലും മിസ് ചെയ്യാത്തൊരു എക്സ്പീരിയൻസ്. UAE ഗവൺമെൻറ് കിടുവായിട്ട് ഈ ഏരിയക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. സോ ഡു വിസിറ്റ് ദ പ്ലേസ്. അടുത്ത ബ്ലോഗിൽ സന്ധിക്കും വരെ വണക്കം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം.